കായംകുളം എരുവ 725 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ ദിനാചരണം സംഘടിപ്പിച്ചു. വിമുക്തി കോർഡിനേറ്ററും മാവേലിക്കര സർക്കിൾ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുമായ ജി ജയകൃഷ്ണൻ വിഷയാവതരണം നടത്തി. എരുവ 725 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ, ദീപം തെളിയിക്കൽ എന്നിവ നടന്നു. കരയോഗം പ്രസിഡന്റ് S. മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. പക്ഷേ ആ ലഹരി ഒരു വ്യക്തിയിൽ ഉപയോഗിക്കുമ്പോൾ തകരുന്നത് ഒരു കുടുംബമല്ല, ഒരു സമുദായമല്ല, ഒരു സമൂഹമല്ല, ഒരു രാഷ്ട്രം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റി വളരെ കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഏപ്രിൽ മാസം 12-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് എല്ലാവരും ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് അവനവന്റെ കുടുംബത്തിൽ ലഹരി ഉപയോഗം ഒരു കാരണവശാലും ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. കാരണം എല്ലാ കുടുംബങ്ങളിലും ഇന്ന് അതിപ്രസരമായിട്ടുള്ള രീതിയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ ഇന്നിപ്പോൾ CD നെറ്റിന്റെ ന്യൂസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ വൈകിട്ട് 10 മണിക്ക് എന്ന് ന്യൂസ് കാണാനായിട്ടിരിക്കുമ്പോൾ ആ ന്യൂസിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ വിമുക്തി കോർഡിനേറ്ററും മാവേലിക്കര സർക്കിൾ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുമായ ജി ജയകൃഷ്ണൻ വിഷയാവതരണം നടത്തി. ഈ വീട്ടിലുണ്ടാകുന്ന ഈ ഒറ്റപ്പെടുത്തലുകളാണ് ശരിക്കും ലഹരിയുടെ വഴിയിലേക്ക് നമ്മളെ അല്ലെങ്കിൽ കുട്ടികളെ തള്ളിവിടുന്നത്. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇപ്പൊ എന്നോട് തന്നെ പല രക്ഷിതാക്കളും പറയും, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, സാറേ എന്റെ മോനെ അല്ലെ എന്റെ മകളെ പൊന്നു പോലെയാണ് ഞാൻ വളർത്തുന്നത്, എന്റെ ഒരു കഷ്ടപ്പാടുകളും ഞങ്ങൾ അവരെ അറിയിക്കാറില്ല. സാറിന് അറിയാവോ, ഞാൻ കഞ്ഞി കുടിച്ചിട്ട് അല്ലെ ഒന്ന് എന്താ പറയാ നല്ലൊരു ഉടുപ്പിട്ടിട്ട് വർഷങ്ങളായെന്ന് പറയും. അവൻ സ്വന്തം അസുഖത്തിന്റെ കാര്യം പോലും മക്കളെയോടെ മറച്ചു വെച്ചിട്ട് ആ മരുന്ന് മേടിക്കേണ്ട കാശ് പോലും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന രക്ഷിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പറയും, സാർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, ഞങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഞങ്ങൾ നിറവേറ്റുന്നത് ഞങ്ങളുടെ മക്കളിൽ കൂടെയാണ്. ഈ ഒരു കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കഴിക്കാതെ നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ നല്ല ഉടുപ്പിടാതെ, നമ്മൾ നല്ല വേഷം ധരിക്കാതെ നമ്മുടെ മക്കൾക്ക് നല്ല വേഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. സത്യം പറഞ്ഞാലേ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അല്ല ആവശ്യം. നിങ്ങൾ കൊടുക്കാതെ കൊടുക്കുന്ന ആഹാരമോ, നിങ്ങൾ കഴിക്കാതെ കൊടുക്കുന്ന കാര്യമോ, നിങ്ങൾ ധരിക്കാതെ കൊടുക്കുന്ന വസ്ത്രങ്ങളോ അല്ല നമ്മുടെ മക്കൾക്ക് ആവശ്യം. പകരം ചേർത്ത് നിർത്തലാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ കഷ്ടപ്പാടുകളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ രോഗങ്ങളും, നമ്മുടെ അസുഖങ്ങളും, നമ്മുടെ ബാധ്യതകളും, നമ്മുടെ ശമ്പളവും, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളോടെ ഷെയർ ചെയ്യണം. കരയോഗം വൈസ് പ്രസിഡന്റ് തുളസീധരൻപിള്ള, ട്രഷറർ അപ്പുക്കുട്ടൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ M. കൃഷ്ണപ്രസാദ്, മോഹൻകുമാർ മാരങ്ങാട്ട്, ശശികുമാരൻപിള്ള, വിശ്വനാഥൻ നായർ, രാജി മുരളി എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.